ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴയ്ക്കല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഞാനൊന്നും നോക്കിയില്ല, അലാഖിൽ ഒരു അയലാട് കെട്ടി, അല്ലാതെ ഇപ്പോൾ ഇതൊക്കെ എവിടെയാണ് കൊണ്ടിടാന്നൊരു എന്താ പറയുക ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള പുതിയ തോരണം എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. വീടിന് മുന്നിൽ ഇതുപോലെ അതിലിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയാം കേട്ടോ, പക്ഷെ നമ്മുടെ കാര്യം നടക്കണല്ലോ. ഇന്ന് നമ്മുടെ ഐസൂൻ്റെ മൂഡ് ശരിയല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ എൻ്റെ ഡേയും ശരിയല്ല. ഈ മക്കളൊക്കെയാണ് ഓനെ നോക്കണത്, ഓനിങ്ങനെ ആരെങ്കിലൊക്കെ നോക്കിയിട്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അപ്പോഴല്ലേ നമ്മുടെ സിദ്ധിക്കാക്കാൻ്റെ വീടിനകത്ത് നിന്ന് പൊട്ടലും ചീറ്റലൊക്കെ കേൾക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ വീടിൻ്റെ അകത്തൊന്ന് കയറി നോക്കിയതാണ്. ഇവിടെയാണെങ്കിൽ ഹായ് കുറേ ഡ്രസ്സുകളാണ് കേട്ടോ, തലങ്ങും വിലങ്ങും അയലുകളാണ്. എല്ലാതും ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അയൽ ഇട്ടാണ് കേട്ടോ. ഇതിനകത്തില്ലേ വാതിൽ, ജനൽ എന്നീ സംഭവങ്ങളൊക്കെ വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ സ്റ്റെയറിൻ്റെ ഒക്കെ ഒരു ടൈലൊക്കെ വരുന്നത്. അപ്പം ഞാൻ മേലൊക്കെ ഒന്ന് കയറി വെക്കിയതാണ്. ഇവിടെ ശ്രദ്ധിക്കാതെ പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ജഗ് ഉണ്ട്. ജഗ് നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന ആൾക്കാർക്ക് വെള്ളം കുടിക്കാനുള്ളതാണ്. കാക്കാൻ്റെ തുണക്കാരായിട്ട് കുട്ടികളാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ എല്ലാ പണിക്കും മക്കളുണ്ടാവും, പാവങ്ങൾ. ശ്രദ്ധിക്കാക്കി ഇവിടുന്ന് നോഷിക്കാക്ക് എടുത്ത് വെച്ചൊരു പെയിൻ്റൊക്കെ എടുത്തു കൊടുത്തിട്ട് വെറുതെ ഇങ്ങനെ അടിക്കാൻ കേട്ടോ. വേറൊരു പണിയില്ലാതെ വെറുതെ ഇരിക്കുകയല്ലേ. എൻ്റെ സ്റ്റൂൾ ഉണ്ടെങ്കിൽ ഫുള്ള് പെയിൻ്റ് ആക്കിക്കണു. ഇത് കഴുകി തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴുകി തരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ഓലതിൽ രാവിലെ മുതലേ ബിസിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട്, കുറച്ചുകൂടി പെൻഡിങ് ഉണ്ട്. അപ്പോൾ അർഷാക്ക് ഫുഡ് കഴിക്കപ്പോൾ വരും കേട്ടോ. നേരം വൈകിയതുകൊണ്ട് തന്നെ നേരം വൈകിയിട്ടുണ്ട്. അല്ല അപ്പോൾ എന്താ അല്ലേ. അപ്പോൾ ചിക്കൻ കുറച്ചുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു പ്രാവശ്യം ചിക്കൻ വാങ്ങിയാൽ ഒരു പ്ലേറ്റ് എടുത്തേക്കാറുണ്ട്, ഒരു പ്ലേറ്റല്ല ഒരു ചുറ്റുപാത്രത്തിൽ എടുത്തേക്കാറുണ്ട്. അപ്പോൾ അതാണ് ഈ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ അർഷാക്ക് ഫുഡ് കഴിക്കാൻ വന്നു, പക്ഷെ ഒന്നും ആയിട്ടില്ല. അർഷാക്കിൻ്റെ അടുത്ത് കുട്ടീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പണികൾ ചെയ്യാൻ കേട്ടോ. വലിയാക്കൊന്നും ഉച്ച വരെ പണി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ആൾ ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു പോസിലൊക്കെയാണ് ഉമ്മയൊക്കെ കൊടുക്കുന്നത്. എന്ത് മൈൻഡാണ് എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടില്ലേ, നേരം വൈകിയപ്പം ഹൈസൂൻ്റെ കൂടെ കിടന്ന് ഉറങ്ങി കേട്ടോ. വ്ളോഗ് എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ എനിക്ക് രാത്രിയാണ് ബോധം വന്നത്, ഓ ഞാൻ വ്ളോഗ് എടുത്തായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴേ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഐസൂനുള്ള ഫുഡ് നേരത്തെ ഉണ്ടാക്കി വെക്കും, എനിക്കൊരു 7:30 ആകുമ്പോൾ കൊടുക്കും കേട്ടോ. ചിലപ്പോൾ അവൻ്റെ മൂഡ് ശരിയില്ലെങ്കിൽ നേരത്തെ കരയാൻ നിർത്തും, അല്ലെങ്കിൽ ഒരു 9 മണിയൊക്കെ ആയിട്ട് കഴിക്കുള്ളൂ. അവൻ്റെ മൂഡ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഈ കത്തിൻ്റെ തലപ്പ് എന്തോ ഉണ്ടായിക്കൊണ്ടോ, മക്കളെന്തോ കേടെടുത്തിക്കാണ്. ഒരു സാധനം നേരം പോലെ ജീവിക്കാനോ ഒരു സമ്മതിക്കില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഇന്ന് ഹൈസൂന് ഉണ്ടാക്കി കൊടുക്കുന്നത് പൊട്ടറ്റോ റൈസാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാനിതിൽ ക്യാരറ്റൊക്കെ ഇടാറുണ്ട്, പക്ഷേ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു കിഴങ്ങാട്ട് എടുത്തിട്ടുള്ളത്. കുറച്ച് റൈസും ഒരുപാട് വെജിറ്റബിൾസും അങ്ങനെ ഇട്ടാൽ ഞാൻ കൊടുക്കാറ്. വെറും റൈസ് മാത്രം കൊടുക്കാറില്ല, അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഒന്ന് ഉച്ചയ്ക്ക് വല്ലാതെ കഴിക്കുകയൊന്നും ചെയ്തില്ല. 4 മണിക്ക് കൊടുത്ത കോറയും വല്ലാതെ കഴിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഹെവി ആയിട്ടുള്ളൊരു സംഭവിക്കോട്ടെ എന്ന്. അങ്ങനെ കുക്കർ എടുത്തപ്പോൾ കുക്കറിൽ കറിയായിരുന്നു. അതിലത്തെ കറി ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റി അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് വെണ്ടക്ക കറിയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കർ നന്നായിട്ട് കഴുകി. ഇതിലും ചെറിയൊരു കുക്കറിൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് പുതിയതാണ്, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ എല്ലാ കുക്കറും വലിച്ച് വാരി പുറത്തിറങ്ങുന്നതെന്ന് കരുതി. പിന്നെ ഇതിൻ്റെ വലിയ കുക്കറാണുള്ളത്. അങ്ങനെ 2 കുക്കറാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണത്. ഒരെണ്ണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്കിപ്പോൾ വേണ്ടതില്ലേ ഈ വലിയ കുക്കറിനേക്കാളും വലിയ കുക്കറാണ് കേട്ടോ. എന്തായാലും കുക്കറൊക്കെ വാങ്ങാം, അതാണ് കുക്കറിൻ്റെ ഒരു കഥ. അങ്ങനെ കുക്കറൊക്കെ കഴുകി കുറച്ച് അരി എടുത്ത്, ഒരു പിടി അരി ഇട്ടോ, അത്ര ഒരു പിടി അരി എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഇസൂൻ്റെ ബോക്സ് സയാനോ ഐസു ആരോ കേടെടുത്തിയെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വന്നു. സയാൻ നേരാക്കി കൊടുത്തുകൊണ്ട് ഒരു കരച്ചിൽ അവിടെ കാര്യമായിട്ട് നടന്നില്ല. അങ്ങനെ കഴുകിയ അരി, വെള്ളം, പിന്നെ അതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടു. പിന്നെ കുറച്ച് ജീരകം കേട്ടോ, ചെറിയ ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പരിപ്പുണ്ടെങ്കിൽ അതും കൂടെ കഴുകിയിട്ട് ചേർക്കാറുണ്ട്. പരിപ്പ് കഴിഞ്ഞിട്ടായിരുന്നു. പരിപ്പും ക്യാരറ്റും ഇതിൽ മിസ്സാണ്, അത് രണ്ടും കൂടി ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് അത് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 2 പീസ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് നന്നായിട്ട് വേവിക്കണം. ഈ ഒരു കുക്കറിൻ്റെ വിസിലൊക്കെ പുറത്തു കൂടെ പോകുന്നതുകൊണ്ട് കുറേ വിസിലടിക്കണം കേട്ടോ. ഒരു 4 വിസിലൊക്കെ ആണെങ്കിൽ ഒരു 8 വിസിലൊക്കെ ആകുമ്പോഴേ വേവുള്ളൂ. അപ്പോൾ അതവിടെ കിടന്ന് ഇങ്ങനെ അടിക്കട്ടെ. ആ ഒരു ടൈമാണ് നമുക്ക് ചപ്പാത്തിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഹർഷാക്കോനല്ലേ വെയിറ്റ് ഓവർ ആയതുകൊണ്ട് രാത്രി ചപ്പാത്തി വേണം എന്ന് പറയലുണ്ട്. അത് കേട്ടിട്ട് മക്കൾ ഇപ്പോൾ ആ ദിക്റി എല്ലാം നടത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാം കൂടെ കുറച്ചധികം കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, കാരണം ചെറിയ ചെറുക്ക സമ്മതിക്കില്ല. പിന്നെ കയ്യിലൊക്കെ പൊടിയായിട്ട് ഓനെടുക്കണം, ഓനെ ചുടാനും ഓനെ എടുത്തിട്ട് ചെയ്യണം, ഭയങ്കര പ്രശ്നമാണ്. ആരെങ്കിലും ഓനെ എടുക്കാനോ നോക്കാനോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ സയാനിസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സമയത്ത് ഇപ്പം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പം ഉണ്ട്, ഇപ്പമാണ് നോക്കണത് ഓനെ. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിക്കില്ലേ ഇതുവരെ കഴിക്കാത്തൊരു സാധനം കേട്ടോ ഉണ്ടാക്കാൻ പോണത്. പനീറാണ്. എപ്പോഴും വീഡിയോസിലും ഒക്കെ കടയിലൊക്കെ ഇങ്ങനെ കാണാമെന്നല്ലാതെ ഈ ഒരു സാധനം ഞാൻ ഇതുവരെ വായക്കകത്തോട്ട് വെച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാം. നെസ്റ്റോയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ, ഒരു കൊതുകും കൊണ്ട്. അന്ന് വാങ്ങിയിട്ട് ഇപ്പോഴാണ് എടുക്കുന്നത്. ഫ്രീസറിലായതുകൊണ്ട് കേടുവരുമൊന്നുമില്ല. ഇതിങ്ങനെ ക്യൂബായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം എന്തായാലും ഇതിൻ്റെ പാക്കറ്റിൽ ഇങ്ങനെ
കുക്ക് ചെയ്യണതിന് കുറച്ച് സമയം മുന്നേ ചൂടുവെള്ളത്തിലിട്ടേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇട്ട് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കില്ലേ ബട്ടറല്ല, നമ്മുടെ പനീർ മസാല ഉണ്ടാക്കാം. കുറച്ചില്ലേ സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് നമ്മുടെ പട്ട, ഏലക്കായ, ലീഫൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഈ ഉള്ളി അരിഞ്ഞത് ചെയ്യാനാണ് കേട്ടോ. ഓനക്ക് വയ്ക്കണതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്ത് തരാറുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് ഇങ്ങനെ വഴറ്റി ഒരു റെങ്കിലിങ്ങനെ വന്ന സമയത്തില്ലേ കറണ്ട് അങ്ങോട്ട് പോയി. കറണ്ട് പോയപ്പോൾ പിന്നെ എല്ലാവരും ഒച്ചയും വിളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കുക്കിംഗ് നടന്നു. പിന്നെ കറണ്ട് വന്നപ്പോഴേക്കും ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് വാട്ടി, തക്കാളിയൊക്കെ ഇട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു നേരത്തെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കറണ്ട് പോവാറില്ല, എന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല. പോയ കറണ്ട് പിന്നെ എപ്പോൾ വരുന്നു യാതൊരു ഐഡിയ ഇല്ല. ഇന്നെന്തായാലും നേരത്തെ വന്നിട്ടുണ്ട്. അങ്ങനെ തക്കാളിയൊക്കെ ഒരു നന്നായിട്ട് വാടി വന്നാൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയാണ് കേട്ടോ ചേർക്കണത്. അതെല്ലാം കൂടെ ഒന്ന് വഴറ്റി റെഡിയാക്കുക. പനീറാണ് ഉണ്ടാക്കണമെന്ന് അറിഞ്ഞപ്പോൾ മുതൽ സയാനിസും അടുക്കളയിൽ തന്നെയാണ് കേട്ടോ. എന്താ അലാക്കാണെന്ന് അറിയാത്തതുകൊണ്ടാണോ എന്നാവോ, അത് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണോ എന്ന് അറിയില്ല. ചട്ടിൻ്റെ അടുത്തുനിന്ന് പോണില്ല. ഞാൻ ഞാൻ നോക്കട്ടെ, നല്ല മണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അടുത്ത് വന്ന് നിന്നിങ്ങനെ ശല്യം ചെയ്യണമെന്ന് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഒക്കെ തന്നെയും പുറത്താക്കിയിട്ട് വാതിലൊക്കെ അടച്ച് കുക്ക് ചെയ്യും. ഓൽക്ക് ഇതിപ്പോൾ എന്താണെന്ന് അറിയായിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഓനെ ഇളക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഓനെ ഇളക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഓനെ ഇളക്കിയതിലോട്ട് ഞാൻ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തൈര് ചേർക്കുമ്പോൾ നന്ന തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടും. പിന്നെ നമ്മളല്ലേ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി, കാരണം തൈര് പുളിയല്ല. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പാണെങ്കിൽ ഐസുനേൻ്റെ എൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കറിയാണ് ഇതിനെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഐസുൻ്റെ ഫുഡ് ഇങ്ങനെ വെന്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെയും വിസിലടിക്കാൻ വെച്ചിട്ടാണ്. ഇനി അത് ഉടച്ച് ചൂടാറിയിട്ട് വേണം എനിക്ക് കൊടുക്കണമെങ്കിൽ. നല്ല മലക്കാണ്, ഓനക്ക് കരിയുമ്പോഴത്തേനും കിട്ടണം. അങ്ങനെ അതേ മസാലയിൽ ഞാൻ കുറച്ച് ഗ്രേവി ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് കുറച്ച് ലൂസായോ എന്നൊരു സംശയം, എന്നാലും സാരല്ല, എങ്ങനെയുണ്ടോ നോക്കാമല്ലേ നമുക്ക്. അങ്ങനെ ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. വീണ്ടും ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. ഇവിടെ കുറച്ച് ഉപ്പ് അധികം വേണേ. അങ്ങനെ തിളച്ച നമ്മുടെ മസാലയിലേക്ക് നമ്മുടെ പനീർ, നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ള പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഇതിൽ വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. അർഷാക്ക് കഴിച്ചിട്ടുണ്ട് മുന്നേ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആൾ വന്നിട്ട് വേണം ഒക്കെ ചോദിക്കാനെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പാലിൻ്റെ എന്താ പറയുക, അങ്ങനെ ഒരു ടേസ്റ്റ്. അങ്ങനെ ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ കുറുകി വന്നു. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു റെഡിഷ് കളർ കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കിട്ടിയതും കൂടി ചേർത്ത് കൊടുത്തു. ഇങ്ങനെ കഴിക്കാത്ത എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങനെ തിന്നണല്ലേ, ഒരു ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആണത്. എന്തായാലും ആ സംഭവം സെറ്റായി. അപ്പോഴേക്കും ഹൈസുവിൻ്റെ ഫുഡ് ഞാൻ ഒന്നുകൂടി വിസിലൊക്കെ അടിച്ച് തുറന്നു കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ട് എന്താ പറയുക വേറൊരു പാത്രത്തിലായിട്ട് മാറ്റി, എന്നിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുത്തു കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അപ്പോൾ ഒന്ന് തിക്കായിട്ട് ഒന്ന് വെയിറ്റിൽ കിടന്നോട്ടെ അവൻ്റെ വയറിനകത്ത് എന്ന് കരുതി. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് വായിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേനും കറണ്ട് പോയിട്ടോ. അങ്ങനെ ഫ്ലാഷൊക്കെ അടിച്ചിട്ട് കുറച്ച് നേരം നടന്നു. പിന്നെ ഈ കറണ്ട് പോയി എന്ന് കരുതിയിട്ട് ഈ മക്കൾക്ക് ദുൽമിന് വലിയ കുറവൊന്നുമില്ല, അടിയും വിടിയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അർഷാക്ക് വന്നു. ഞാൻ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് പരത്തി കൊടുത്തിട്ട് ഫുള്ളായിട്ട്. പിന്നെ അർഷാക്കാണ് ഫുള്ള് ചുട്ടത്. അതിൻ്റെ ഇടയിൽ ഐസ് കറണ്ട് പോയപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ അവനക്ക് ഉറക്കം വരുന്ന പ്രശ്നമായിട്ടോ. കറണ്ട് വരുവോളം ഞാൻ വരെ റീൽസൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരുത്തിട്ട 3 പേരും ഒക്കെ പേടിത്തണ്ടന്മാരാണ്, വിത്ത് ഞാനടക്കം എല്ലാവരും പേടിയാണ്. അർഷാക്കുന് മാത്രം കേട്ടോ കുറച്ച് ധൈര്യമുള്ളത്. അങ്ങനെ കറണ്ട് വന്നു. വീണ്ടും ഞങ്ങൾ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ 2-3 എണ്ണം കേടിയിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിൽ എല്ലാവർക്കും ടാറ്റാ.